എന്തിട്ട് പരിപാടി മക്കളെ? അങ്ങനെ മണാലിയിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു 7-8 ദിവസമായിട്ടാണ്. ഇന്ന് പോകാന്നുള്ള പരിപാടിയില്ലേ. കുറേ ദിവസമായി നോക്കണം പോവാന്ന്. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ മുടങ്ങി. പിന്നെ ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതായിരുന്നു. റെസ്റ്റ് എടുത്തിട്ട് നല്ല സുഖമാണ്. അങ്ങനെ ആദ്യം നമുക്ക് സ്റ്റേ തന്നെ നടന്നു കഴിഞ്ഞാൽ കേരള കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ മലയാളി ചേട്ടന്മാരുടെ ഓൾഡ് മണാലി പാലത്തിനേക്കാളും മുന്നേ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ സ്പാ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെ രാഹുൽ ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നടത്തുന്നത് ഹോട്ടലൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുടെ കെയർ ഓഫിലുണ്ട്. 3 ദിവസം വന്നിട്ട് നടന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കയറ്റം കയറിയിട്ട് ഏറ്റവും മുകളിലേക്ക് എത്തണം. ആ മുകളിലാണ് ആളുടെ റൂം വരുന്നത്. നമുക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ സമയമാകും. പിന്നെ അല്ല നമ്മൾ എന്തെങ്കിലും പോണച്ചൊക്കെ നടന്ന് കയറണം, എളുപ്പമല്ലല്ലോ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ ഡോക്ടറെ പരിചയപ്പെട്ടത്. ഡോക്ടർ ഇവിടെ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഫേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കണം ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ആ കാണുന്ന ഒരു പച്ച ഷീറ്റൊക്കെ ഇട്ടില്ല, അതിന് തൊട്ടപ്പുറത്തെയാണ് കഫേ. അവിടെ വെച്ചിട്ടാണ് ഈ ഡോക്ടറെ പരിചയപ്പെടുന്നത്. ഡോക്ടർ ഇവിടെ എന്തൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ പാർട്ട്ണർമാരാണ്. അങ്ങനത്തെ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ആളോട് പറഞ്ഞു അങ്ങനെ ഇറങ്ങാണ്, വേറെ സ്ഥലം നോക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആൾ പറഞ്ഞു ഈ തൽക്കാലം ഇങ്ങോട്ട് പോയി ഇവിടെ നിന്ന് ഇതാകുമ്പോൾ അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളത് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പിടിച്ച് കയറ്റിയാണ് ആൾ. അതുകൊണ്ട് ഇവിടെ കയറ്റിയിട്ട് ഒരു ദിവസം നിൽക്കാതെ നിന്നത്. ഇപ്പോൾ തന്നെ എത്ര 4 ദിവസം നിന്ന് ആളുടെ ഒപ്പം. ആളിപ്പോൾ പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടേക്ക് മാറി. കുറച്ചും കൂടി മോളിക്കും മറ്റേ മുന്നിലായിരുന്ന പ്രോപ്പർട്ടി ഇല്ലേ അവരുടെ അവിടേക്ക് മാറി. അപ്പോൾ ആൾ പറഞ്ഞു അവിടെ നിൽക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഞാൻ വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് 7 ദിവസം അവിടെ നിന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ടാ. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമയം വിട്ടേയില്ലേ, നിൽക്കുക പിന്നെ പോവാന്നാണ് നിൽക്കണ പരിപാടിയാണ്. ഞാനിന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ട് അവരോട്. ഇപ്പോൾ അവർ വന്നിട്ട് പോകണം, അതിന് മുന്നേ പോകണമെന്ന് അറിയിച്ചിട്ട് നിൽക്കണം. എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. ഇപ്പം സമയം 8 മണി കഴിഞ്ഞി. അങ്ങനെ പരിപാടി ഇവർ ഉള്ള കാരണം കേട്ടോ ഭയങ്കര ഉപകാരമായി. ഇത് നമ്മുടെ കഫേലത്തെ ചേട്ടന്മാരാണ് ഭക്ഷണമൊക്കെ വന്നിരുന്നേ. പിന്നെ ഡോക്ടറും വാങ്ങിച്ചു തരും. എല്ലാവരും ഷെയർ ചെയ്ത് വാങ്ങിച്ചു തരണം. കാര്യങ്ങളൊക്കെ നടന്നു പോയി ഇപ്പോൾ ഇത്ര ദിവസം. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാം ഇറങ്ങാൻ വിചാരിച്ചിട്ട് ആദ്യം പോയിട്ട് കസോള് പോകാമെന്ന്. കസോളിൽ പക്ഷെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ റൂട്ടിനുള്ള പോയിട്ട് തിരിച്ചതീക്കൊണ്ട് ഇറങ്ങണം. അപ്പോൾ കസോള് മാറ്റി പിടിച്ചു. ഇനിയിപ്പോൾ എവിടേക്ക് ഇനിയിപ്പോൾ ഷിംല പോകാൻ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഒന്നും പ്ലാനിങ് ഒന്നല്ല, നോക്കിയൊക്കെ അങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊരു തേങ്ങയും ചെയ്തില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ വരെ നടക്കുക തന്നെ. അങ്ങനെ പരിപാടി മക്കളെ നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിയിൽ. അങ്ങനെ നമ്മൾ എന്തായി, നമ്മൾ മണാലിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ആദ്യം ആദിത്യം ബ്രോയോടും പിന്നെ രാഹുൽ ബ്രോനെ വിളിച്ചപ്പോൾ ആൾ എത്തിയിട്ടില്ല. അപ്പോൾ അവരോട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, അങ്ങനെ പോവാണ്, നേരത്തെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7-8 ദിവസമായിട്ട് മണാലി നിന്നു. ഇപ്പോൾ അങ്ങനെ മണാലിയിൽ നിന്ന് തിരിച്ചിറങ്ങുക നേരെ ഞടിക്ക് ആദ്യം ഷിംല പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നത്. അപ്പോൾ ഷിംലയിൽ കാര്യമായിട്ടൊന്നും കാണാനില്ലെന്ന് പറയണേ. അപ്പോൾ ഡബിൾ പോയിൻ്റായി. പിന്നെ കസോളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കസോളിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കുന്ന് കയറ്റിയിട്ട് പിന്നെ വീണ്ടും തിരിച്ചാ വഴി ഇറങ്ങണം, വേറെ വഴിയില്ല. അപ്പോൾ എന്താ വേണ്ടെന്നുള്ള തീരുമാനമായിട്ടില്ല. ഞാനെന്തായാലേ ആദ്യം പുള്ളൊക്കെ കഴിയട്ടെ, എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ് അത് നല്ലത്. എന്തായാലും UP പിടിക്കണം, അല്ലാണ്ട് കാര്യമില്ല. ഇവിടെ ഈ ബലൂണോളിപ്പോൾ കണ്ടമാനം ഉണ്ട് കേട്ടോ. മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നില്ല. ഇപ്പോൾ ആകെ ഈ ബലൂണോളേ ഒരാൾക്ക് 1500 രൂപ ചോദിച്ചപ്പോൾ അത് 5 to 7 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ. ഒന്ന് കളറ് ജാതി രസമായിട്ട് ഇതിൻ്റെ. റിയൽ PUBG ഒരാൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ലേ. അതാ 2 ആളുടെ കൂടെ വെടിപ്പ് അച്ഛനും മോനാകുന്നുണ്ട്. ഇവിടെ കുറേ കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്, കണ്ടില്ലേ. കുഞ്ഞു പിള്ളേരെ ബലൂണിൽ മുകളിലേക്ക് പോണവർക്ക് കുഞ്ഞു പിള്ളേരെ അതിനുള്ളിലാക്കിയിട്ട്, അപ്പോൾ സുഖമല്ലേ. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. പറയണ്ട, 5-6 സൈക്കിളോട്ട് നമ്മൾ സൈക്കിളോട്ട് ചെറിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഒന്നും പറയണ്ട. അപ്പോളേ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. വലിയ ഇറക്കണം. അതുകൊണ്ട് ഇങ്ങനെ വീലിപ്പം ചെറിയ ബെൻഡുള്ളായിരുന്നു, ആ സ്മൂത്താണ് കിട്ടുന്നില്ല. മണാലിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഷോപ്പ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ സിദ്ധു എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ ഡിഷാണിത്. മണാലിയിലത്തെ ലോക്കൽ ഡിഷാന്ന് പറഞ്ഞിട്ടില്ലേ, 100 രൂപ ഒരു പ്ലേറ്റിന്. അപ്പോൾ അതെന്തായാലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ടായത്. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടപ്പോഴേ ജസ്റ്റ് ഒന്ന് വാങ്ങാൻ വിചാരിച്ചു. എനിക്ക് അന്ന് നല്ല ഇഷ്ടമായി നടന്ന സാധനം. ചേച്ചി എടുക്കാനുള്ള
ചേച്ചി സിദ്ധു കൊടുക്കട്ടെ ഏട്ടാ, നമ്മൾ സിദ്ധുവിനെ നോക്കാറുണ്ട്. ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്ത് കണ്ടില്ലേ, അപ്പുറത്തും സിദ്ധുവിൻ്റെ അവിടെ. ദീദി മറ്റേ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ദീദി ഫുള്ള് സാധനങ്ങൾ എടുത്തിട്ട് എന്തൊക്കെ സെറ്റാക്കുന്നുണ്ട് അത് കാണിച്ചു തരാം. ये चटनी है, ये चटनी है। चलो भला कैसा स्वाद है? हाँ ഇത് ഇതർ ദീദി അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഓർമ്മ വയ്ക്കുന്നു. താങ്ക് യു ദീദി. ഓക്കെ, ഇതാണ് സാധനം. മസാല സാധനം കയ്യിൽ കിട്ടിയില്ല, കണ്ടില്ല, ഇതാണ് സാധനം. നമുക്കത് കഴിച്ചു നോക്കാം. അങ്ങനെ സിദ്ധു കഴിച്ചു നോക്കാം. സിദ്ധു പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഇഡ്ഡലി കഴിക്കില്ല നമ്മൾ, അതേപോലെ തന്നെ ഇടയ്ക്ക് കൂടുതൽ അത്ര വലിയൊന്നും അല്ല. ഇഡ്ഡലി കുറച്ചുകൂടി കട്ടിയുള്ള പോലത്തെ തന്നെ. ഇതിനുള്ള എന്താന്നുള്ളത് അറിയുന്നില്ല. ഒരു പ്രാവശ്യം കഴിക്കാനുള്ള തന്നെയുള്ള കേട്ടോ, 2 പ്രാവശ്യം കഴിക്കാനുള്ളൊന്നുമില്ല. ചിലവർക്കെല്ലാം ഇഷ്ടമുണ്ടാവും. ഇഡ്ഡലിയുടേതായ കാരണം കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിക്കട്ടെ കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. അപ്പം ശരി മക്കളെ. അയ്യ എൻ്റെ മക്കളെ വയ്യ. ഞാൻ കണ്ടില്ലേ, നമ്മൾ മണാലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂക്കൊക്കെ അടിക്കുന്നുണ്ട്. മണാലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 40 കിലോമീറ്ററായി. സമയം ഒരു 1:30 സമയം. കണ്ടില്ലേ വ്യൂ ഒക്കെ നോക്കി. ഇപ്പോൾ കുളമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഫോണിൽ ലൊക്കേഷൻ നോക്കാത്ത കാരണം കറക്റ്റ് സ്ഥലം അറിയില്ല. കുള് കഴിഞ്ഞിട്ടുള്ള ഭാഗം തന്നെ ഇത്. ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ബീവറേജിലേക്ക് കുപ്പി ഇറക്കണം എല്ലാം ഉണ്ട്. ഹായ്, അങ്ങനെ നോക്കിയ വ്യൂ നല്ല സൈഡില്. എനിക്ക് അരച്ചുട്ടോ, ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വേർത്ത് ഞാൻ എവിടെയെങ്കിലും കുറച്ച് നേരം റെസ്റ്റിൽ കള പരിപാടി നോക്കണം. അയ്യോ വയ്യ. ഇതിലടിയത്ര ഓടാനുണ്ട്. അന്ന് മറ്റേ മഴവെള്ളത്തിൽ ഉരുൾപൊട്ടൽ എന്തൊക്കെ ഉണ്ടായിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, അത് അപ്പുറത്തെ ഭാഗത്തുണ്ട്. പിന്നെ വരുമ്പോൾ അത് കുറേ റോഡ് കണ്ടിട്ടുണ്ട് അവിടെ നിന്ന്. ഇതിലെവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ ഡൽഹിക്ക് 500 കിലോമീറ്റർ, ചണ്ഡീഗഡ് 262. അയ്യോ അയ്യോ മക്കളെ. മെല്ലെ പോവാൻ. എന്തായാലും കാലത്ത് ഇറങ്ങുമ്പോൾ ഞാൻ മറ്റേ ഇവിടെ രാഹുൽ ബ്രോരെ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മുടെ അവിടെ കാണിപ്പോൾ ഇവരുള്ളതാണല്ലോ. ആള് ദോശയൊക്കെ ഉണ്ടാക്കിയതാണ് അവിടെ നിന്ന്. ദോശ ഉണ്ടാക്കി എന്നിട്ട് പോഹ കഴിച്ചു. ഇനി പിന്നെ ഇപ്പോൾ ഒന്നും കഴിക്കില്ല വിചാരിച്ചിരിക്കുക. പിന്നെ കഴിക്കാം, അത് നല്ലത്. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്തായാലും സീന. അതിൻ്റെ അവിടെ ഒരു പഞ്ചറും കിട്ടി, അത് പറയണ്ട. എന്നാലും
അയ്യോ ഞാനേ കുറച്ചേരം കൂടി ചവിട്ടിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കട്ടെ. വയ്യ, ആകെ വേർത്ത് പിന്തി. ഇവിടെ തണവൊന്നും ഇല്ല മക്കളെ. 2 ദിവസം മഴ പെയ്തിട്ടാണെന്ന് പിന്നെ പറഞ്ഞ പോലെ ചൂടില്ല. ഇപ്പോഴൊന്നും വരണ്ട ആരും ഞങ്ങൾ എളുപ്പമല്ല. പുറത്ത് നല്ല മഴ മക്കളെ. ടെൻ്റ് അടിച്ചിട്ടില്ല, ഒരു 5 മണി കഴിഞ്ഞു. ടെൻ്റ് അടിക്കാൻ ചേട്ടി നോക്കിയത്, അപ്പോഴേക്കും മഴ പെയ്തു. കറക്റ്റ് ടൈമിലോട്ടാണല്ലോ കിട്ടി. കുറച്ച് നനഞ്ഞിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല. ഈ ടണലിനുള്ളിൽ കൂടെ പോകാൻ പറ്റുകയാണാവോ? ആരും കണ്ടൊന്നുമില്ല. ഞാൻ നേരെ എടുത്തു. അപ്പോൾ അവിടുന്ന് അതിനെ പിടിക്കാൻ കഴിഞ്ഞാൽ അറിയാം. കുറച്ച് ദൂരമുള്ള ടണലാന്ന് കൊണ്ടിട്ട് മക്കളെ. നല്ല പൊടി അതിൻ്റെ ഉള്ളിൽ. കഴിയണ കാണാനില്ലല്ലോ. നല്ല പൊടി അതിൻ്റെ ഉള്ളിൽ. ശ്വാസം വലിക്കാൻ്റെ ഉള്ളിൽ വരേക്ക്. ഇത് എത്ര ദൂരം ഉണ്ടാണാവോ? ശരി മക്കളെ, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. തീരുന്നില്ല ഇത് എന്തോരെന്ന് വെച്ചിട്ടാ. ഒന്നും പറയണ്ട മക്കളെ, നല്ല മഴ കിടന്നു. കുറച്ച് നേരട്ടാണ് നല്ല ഉള്ളിൽ കയറുന്നു. പിന്നെ നോക്കിയപ്പോൾ കടകളൊന്നുമില്ല. കണ്ടാ നോക്കിയേ, ഈ കുന്നുമലയൊക്കെ മഴയത്ത് നനഞ്ഞിട്ട് കയറ്റേണ്ട അവസ്ഥയായി. ബാഗ് സാധനങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട്. ജാക്കറ്റ് എടുത്തിട്ട് മറ്റേ ചെറിയ ബാഗിൻ്റെ മുകളിലിട്ടുണ്ട്. ആകെ ചെള്ളി പരിപാടിയുണ്ട്. നോക്കിയേ, അയ്യാണ്ടായി. മര്യാദയ്ക്ക് നേരത്തെ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ അടിച്ചാൽ മതിയായിരുന്നു. അടുത്തേൽ നോക്കാൻ വിചാരിച്ചാൽ കിട്ടി പണി മക്കളെ. ഓ, വെള്ളമില്ല. വെള്ളം ഒപ്പിക്കണോ? ആ ടെൻ്റ് അടിക്കൊരു സൈഡ് പോലില്ല, അതാണ് പ്രശ്നം. ഓ, തലയൊക്കെ നനഞ്ഞ് പിണ്ടി പരിപാടി. നാളേക്ക് പനി വരികയാണാവോ? അടുത്ത പണി അതാണ്. ഈ കയറ്റാൻ വെച്ചാൽ കഴിയണമില്ല. ഇതിൻ്റെ മുകളിൽ അങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റുകയാണാവോ? അയ്യോ, നമ്മൾ കാരണം ബാക്കിലെല്ലാവരും ബ്ലോക്ക് ആവുക. റോഡും വീതി കുറവല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ. ഞാനേ ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം നോക്കട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ. നല്ല മഴയായിരുന്നു, ഗംഭീര മഴ കിട്ടിയേ. ഉള്ളു നനഞ്ഞ് പിണ്ടി പരിപാടിയെന്ന് അറിയില്ലേ. അങ്ങനെ നോക്കുമ്പോൾ കുറേ സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മഴയാണ്, സീനാവും, എവിടെയാണ് സേഫായ സ്ഥലം നോക്കിക്കാന്നിട്ട് നോക്കുമ്പോൾ ഒരു ഗുരുദ്വാര കിട്ടി. എന്നിട്ട് ശ്രീ മഡ്മി നാരായൺ മന്ദിറ, എന്തോ ഒരു മന്ദിർ. ചെറിയ ഉച്ചാരണ പ്രശ്നമൊക്കെ ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാ. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ ഒരു ഗുരുദ്വാര നേരെ റോഡ് അതാണ്. റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ടെൻറ്റ് വന്നിട്ട് ഇവിടെ ഒന്ന് അടിച്ചു, സെറ്റായി. അങ്ങനെ പറയേണ്ട സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് തോരിയിട്ടുണ്ട്, ഉണങ്ങാണാവോ നാളേക്ക്. പിന്നെ തൊട്ട് ബാക്കിൽ പുഴയാട്ടാ. പുഴ എന്ന് പറഞ്ഞാൽ ഗംഭീര പുഴയാ.
കാണിച്ചു തരാം പുഴ. കണ്ടില്ലേ അങ്ങോട്ട് വലിയ പുഴയാ. അങ്ങനെ ഇതാണ് മന്ദിർ. കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാലത്ത് ഇന്ന സമയമൊന്നുമില്ല. എന്നോട് ഇവിടെ ആദ്യം വന്നപ്പോൾ അപ്പുറത്തെ ആൾ പറഞ്ഞു ഇവിടെ 200 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ റൂം കിട്ടുന്ന ടെൻ്റ് ഉള്ളപ്പോൾ ഇനിയിപ്പോൾ തണവ് സഹിക്കാൻ പറ്റുന്ന തണവുള്ളത് കാരണം കുഴപ്പമില്ല. അങ്ങനെ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കൽ സീനാവും, ഇതിൻ്റെ ഉള്ളിലല്ലേ. സാധാരണ ഞാൻ വരുമ്പോൾ ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നേ, കിട്ടും തോന്നുന്നില്ല. എന്ത് ചെയ്യാനേ. അങ്ങനെ അപ്പം ശരി മക്കളെ, കിട്ടുന്ന ഉറങ്ങാൻ നോക്കട്ടെ കേട്ടാ. അപ്പം ബൈ ബൈ.